Today our topic of discussion is respiratory system of prawn. What is respiration? എന്താണ്? ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ കയറുന്ന അകത്തോട്ട് എടുക്കുക, നമ്മളുടെ ബോഡിയിലുള്ള മെറ്റാബോളിക് ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ വെളിയിലോട്ട് എക്സ്പയർ ചെയ്ത് കളയുക. അതാണ് റെസ്പിരേഷൻ. അതിനുവേണ്ടി നമ്മളുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഓർഗനാണ് ലങ്സ്. സ്മോളർ ആനിമൽസ് ആയിട്ടുള്ള പ്രോൺസിനും അങ്ങനെയുള്ള റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഉണ്ട്. അവരൊരുപാട് വലുതായിട്ട് ഡെവലപ്പ് ചെയ്തല്ലെങ്കിലും റെസ്പിറേഷന് വേണ്ടി സഹായിക്കുന്ന 3 സ്ട്രക്ചേഴ്സാണ് പ്രോണിൽ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. ഗിൽസ് ഓർ ബ്രാങ്കിയെ, എപ്പിപോഡൈറ്റ്സ് ഓർ മാസ്റ്റിക്കോബാങ്ക്രിയെ ആൻഡ് വാസ്കുലാർ ലൈനിങ് ഓഫ് ബ്രാങ്കിയോസ്റ്റജൈറ്റ്സ്. ഈ 3 സ്ട്രക്ചേഴ്സാണ് പ്രോണിനെ റെസ്പിറേഷനെ സഹായിക്കുന്നത്. പക്ഷേ ഇവർ 3 പേരുണ്ടെങ്കിലും ഗിൽസ് ആർ ദി പ്രൈമറി റെസ്പിറേറ്ററി ഓർഗൻസ്. ഗിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഗിൽസ് അറിയാം, ഫിഷസിലൊക്കെ നമ്മൾ ഓൾറെഡി നമുക്കറിയാം ഗിൽസ് ഉണ്ടെന്ന് അല്ലേ. ഗിൽസ് ആർ വാസ്കുലാർ ആൻഡ് ഫെദറി ഓർ പ്ലൂമോസ് ഔട്ട്ഗ്രോത്ത്സ് ഫ്രം ദി തൊറാസിക് അപ്പൻഡേജസ്. തൊറാസിക് ഭാഗത്ത് കാണുന്ന അപ്പൻഡേജസിൻ്റെ ആ ഭാഗത്തായിട്ട് നിൽക്കുന്ന വളരെ സ്മോൾ ആയിട്ടുള്ള വാസ്കുലാർ സ്ട്രക്ചേഴ്സാണ് ഗിൽസ് എന്ന് പറയുന്നത്. ഇനി ഓരോ സൈഡിലും പ്രോണിൻ്റെ ബോഡി നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. ഓരോ സൈഡിലും 18 ഗിൽസ് വെച്ചിട്ട് കാണുന്നുണ്ട്. ഇനി ഓരോ ഗില്ലിനെ ഷേപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രസൻറ്റിക്കാണ് സ്ട്രക്ചർ. ഇത് ഗില്ലിൻ്റെ ഒരു സ്ട്രക്ചറാണ് വരച്ചിരിക്കുന്നത്. ഗില്ലിന് ഒരു ക്രസൻറ്റിക് ഷേപ്പ് ഉണ്ട്. ഇനി അതിൻ്റെ നടുവിലായിട്ട് ഗിൽ ആക്സിസ് ഓർ സ്റ്റെം കാണുന്നുണ്ട്. ഇത് ഗില്ലിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് വരച്ച് വെച്ചത്, മനസ്സിലായില്ലേ? നമ്മൾ 2 സൈഡിലുമായിട്ട് ഗിൽ ലാമല്ലേസ് കാണുന്നുണ്ട്. ഈ ഇങ്ങനെ ഫോൾഡഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ കാണുന്നില്ലേ, അതാണ് ഗിൽ ലാമല്ലേ. ഇനി ഗിൽ ലാമല്ലേ ഉണ്ടായത് സ്മോൾ ഗിൽ ഫിലമെൻറ്റ്സ് കൊണ്ടാണ്. വളരെ ചെറിയ പ്ലേറ്റ്സ് ഉണ്ട് ലാറ്ററലി ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട്, നമുക്ക് കാണാനില്ല. നമുക്ക് ഗിൽ ലാമല്ലേ മാത്രമേ ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. അതിന് ചേർന്നുണ്ടായത് ഗിൽ ലാമല്ലേ ഉണ്ടാക്കിയത് ഗിൽ ഫിലമെൻറ്റ്സ് കൊണ്ടാണ്. ഇനി ഈ ഗിൽ ലാമല്ലേയും ഗിൽ ആക്സിസും ഒക്കെ കവർ ചെയ്തിട്ട് ഒരു തിൻ ലെയർ ഓഫ് കൈറ്റിംഗ് കാണുന്നുണ്ടെന്ന്. ദെൻ ഗിൽ ഫിലമെൻറ്റ്സ് ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോണിൽ ഇങ്ങനെ ഈ കാണിക്കുന്ന പ്രത്യേക രീതി, പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റിനെയാണ് ഡെൻഡ്രോബ്രാങ്ക്സോ ഡെൻഡ്രോബ്രാങ്കിയെ എന്ന് പറയുന്നത്. വിച്ച് ആർ ഹൈലി വാസ്കുലറൈസ്. വാട്ട് ഈസ് വാസ്കുലറൈസേഷൻ? വാസ്കുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് സപ്ലൈ ആണ്. ഫുൾ ബ്ലഡ് സപ്ലൈ വെച്ചിട്ട് അതിനെ വാസ്കുലറൈസ് ചെയ്ത് വെച്ചൊക്കെയാണ് ഗിൽ ഫിലമെൻറ്റ്സ്. ഇത്രയാണ് നമ്മൾ ഒരു ഗില്ലിൻ്റെ സ്ട്രക്ചർ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് ഗില്ലിൻ്റെ സ്ട്രക്ചർ പറഞ്ഞേ? ഗില്ലിന് ഒരു ക്രസൻറ്റിക് സ്ട്രക്ചറാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ദെൻ 18 ഗിൽസ് ഒരു സൈഡിലുണ്ട് എന്ന് പറഞ്ഞു. ദെൻ ഇവർക്കൊരു സെൻട്രൽ ആക്സിസ് ഉണ്ട്, അതാണ് ഗിൽ ആക്സിസ് എന്ന് പറഞ്ഞു. 2 സൈഡിലുമായിട്ട് ഗിൽ ഫോൾഡഡ് ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്, അതിനെയാണ് ഗിൽ ലാമല്ലേ എന്ന് പറഞ്ഞു. ദെൻ ഗിൽ ലാമല്ലേ ഇൻ ടേൺ ഫോം ബൈ ഗിൽ ഫിലമെൻറ്റ്സ് എന്ന് പറഞ്ഞു. ഗിൽ ഫിലമെൻറ്റ്സ് ഡെൻഡ്രോബ്രാങ്ക്സ് ഓർ ട്രീ ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇത്രയാണ് ഗില്ലിൻ്റെ ഒരു സ്ട്രക്ചർ, ബേസിക് സ്ട്രക്ചർ. ദെൻ പ്രോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ടൈപ്പ് ഗിൽസാണ് കാണുന്നത്. പോഡോബ്രാങ്ക്, ആർത്രോബ്രാങ്ക് ആൻഡ് പ്ലൂറോബ്രാങ്ക്. പോഡോബ്രാങ്ക് ഓർ ഫുഡ് ഗിൽസ് ആണ്. ആ ടേമിൽ തന്നെ ഉണ്ട് ഫുഡ് ഗിൽസ്. അപ്പോൾ എന്താണത്? ഗിൽസ് ഫുട്ടിൽ കാണുന്ന ഗിൽസാണ് ഇത്. ഈ പർട്ടിക്കുലർ അപ്പോൾ ഇതെല്ലാം അപ്പൻഡേജസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് റെസ്പിറേറ്ററി സിസ്റ്റം ഫുൾ കാണുന്നത് കേട്ടോ. ഇനി ആർത്രോബ്രാങ്ക്സ് ഓർ ജോയിൻറ്റ് ഗിൽസ്, അവർ 11 പെയേഴ്സ് കാണുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ടോട്ടലായിട്ട് 18 പെയേഴ്സാണ്. പ്ലൂറോബ്രാങ്ക്സ് ഓർ സൈഡ് ഗിൽസ്, അത് 6 പെയേഴ്സ് കാണുന്നുണ്ട്. ഇനി പോഡോബ്രാങ്ക് എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് മാക്സിലിപ്പീഡ് നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മയുണ്ടാവും. ഇതാണ് ഒരു സെക്കൻഡ് മാക്സിലിപ്പീഡിൻ്റെ സ്ട്രക്ചറാണ്. അതിൽ എപ്പിപോഡൈറ്റ്, കോക്സ, ബേസിസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഇത് നമുക്കറിയാം. ഇതിൻ്റെ സെക്കൻഡ് മാക്സിലിപ്പീഡിൻ്റെ കോക്സയിലാണ് പോഡോബ്രാങ്ക് കാണുന്നത്. പോഡോബ്രാങ്ക് ഈസ് അറ്റാച്ച്ഡ് ടു ദി കോക്സ ഓഫ് ദി സെക്കൻഡ് മാക്സിലിപ്പീഡ് ഓഫ് ദി thoracic appendages. Okay.
ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഗില്ലാണ് ആർത്രോബ്രാങ്ക്. ആർത്രോബ്രാങ്ക് അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഗില്ല എന്ന് പറയുന്നത് പോഡോബ്രാങ്ക് ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ടൈപ്പാണ് ആർത്രോബ്രാങ്ക്. ആർത്രോബ്രാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു അതിന് ജോയിൻറ്റ് ഗിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെവിടെയാണ് കാണുന്നത്? ജോയിൻറ്റിലാണ്. ഇവിടെ ഏത് ജോയിൻറ്റിലാണ്? തൊറാസിക് വോളിൻ്റെയും അപ്പൻഡേജിൻ്റെയും ഇടയിൽ കാണുന്ന ആ ജംഗ്ഷൻ, അവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജംഗ്ഷനിലായിട്ട് ഒരു ആർത്രോയിഡൽ മെംബ്രെയിൻ കാണുന്നുണ്ട്. അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗിൽസിനെയാണ് ആർത്രോബ്രാങ്ക്സ് എന്ന് പറയുന്നത്. ദെൻ ഇവർ എവിടെയായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? സെക്കൻഡ് ആൻഡ് തേർഡ് മാക്സിലിപ്പീഡ്സ് ആൻഡ് ഫസ്റ്റ് 4 പെയേഴ്സ് ഓഫ് വാക്കിംഗ് ലെഗ്സ്. എല്ലാം തൊറാസിക് അപ്പൻഡേജസിലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുന്നത്. തൊറാസിക് അപ്പൻഡേജിൽ തന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് മാക്സിലിപ്പീഡ്സിലും ഫസ്റ്റ് 4 പെയേഴ്സ് ഓഫ് വാക്കിംഗ് ലെഗ്സിലുമാണ് ആര് കാണുന്നത്? ആർത്രോബ്രാങ്ക്സ് കാണുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഗില്ലാണ് പ്ലൂറോബ്രാങ്ക്. പ്ലൂറോബ്രാങ്ക് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞ പ്ലൂറോബ്രാങ്ക് ഈസ് ദി സൈഡ് ഗിൽസ്. സൈഡിൽ കാണുന്ന ഗിൽസാണ് പ്ലൂറോബ്രാങ്ക് കേട്ടോ. അതെന്താണ്? അപ്പോൾ സൈഡിലായിട്ടാണ് കാണുന്നത്. എവിടെയായിട്ടാണ്? ബ്രാങ്കിയൽ ചേമ്പറിൻ്റെ ഇന്നർ വോളിൽ സൈഡിലോട്ടായിട്ട് കാണുന്നതാണ് പ്ലൂറോബ്രാങ്ക്. അത് എവിടെയാണ്? ഇതുപോലെ തന്നെ തൊറാസിക് അപ്പൻഡേജിൽ തന്നെ തേർഡ് പെയർ ഓഫ് മാക്സിലിപ്പീഡും ഫസ്റ്റ് 5 പെയേഴ്സ് ഓഫ് വാക്കിംഗ് ലെഗ്സിലും പ്ലൂറോബ്രാങ്ക് കാണുന്നുണ്ട്. അപ്പോൾ 3 ടൈപ്പ് ഗിൽസ്. ആദ്യം നമ്മൾ സ്ട്രക്ചർ ഓഫ് ഗിൽസാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് 3 ടൈപ്പ് ഗിൽസിനെ പറ്റിയിട്ടാണ്. പോഡോബ്രാങ്ക്, ആർത്രോബ്രാങ്ക് ആൻഡ് പ്ലൂറോബ്രാങ്ക്. പോഡോബ്രാങ്ക് ഓർ ഫുഡ് ഗിൽസ്. ഫുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അപ്പൻഡേജസിൻ്റെ ഫുട്ടാണ് കോക്സ. അപ്പോൾ തൊറാസിക് അപ്പൻഡേജസിനെ സെക്കൻഡ് മാക്സിലിപ്പിൻ്റെ കോക്സയിൽ അറ്റാച്ച് ചെയ്ത് കാണുന്നതാണ് പോഡോബ്രാങ്ക്. ആർത്രോബ്രാങ്ക് എന്ന് പറയുന്നത് ജോയിൻറ്റ് ഗിൽസ് ആണ്. അത് ജോയിൻറ്റ് തൊറാസിക് വോളിൻ്റെ അപ്പൻഡേജസിനെയും ആ ജംഗ്ഷനിൽ കാണുന്ന ഒരു മെംബ്രെയിൻ കാണുന്നുണ്ട്. അതിനെ ആർത്രോയിഡൽ മെംബ്രെയിൻ എന്ന് പറയും. അതിൽ കാണുന്ന ഗില്ലാണ് ആർത്രോബ്രാങ്ക്. ആൻഡ് പ്ലൂറോബ്രാങ്ക് ഓർ സൈഡ് ഗിൽസ്. അവർ സൈഡിലാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഏതിലാണ് അതിനെ കാണുന്നത്? തേർഡ് പെയർ ഓഫ് മാക്സിലിപ്പീഡ്സും ആൻഡ് ഫസ്റ്റ് 5 പെയേഴ്സ് ഓഫ് വാക്കിംഗ് ലെഗ്സിലും എല്ലാത്തിലും എന്ത് കാണുന്നുണ്ട്? പ്ലൂറോബ്രാങ്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് ഈ നമ്പറും ഇതിൻ്റെ പൊസിഷനും പറഞ്ഞില്ലേ, പ്ലൂറോബ്രാങ്ക് തേർഡ് പെയർ ഓഫ് മാക്സിലിപ്പീഡ്സിൽ കാണുന്നുണ്ടെന്ന്. അപ്പോൾ പക്ഷേ ആർത്രോബ്രാങ്ക് കാണുന്നത് സെക്കൻഡിലും തേർഡിലും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എത്ര എണ്ണം വീതം കാണുന്നു, ഓരോന്നിനും എത്ര വീതം കാണുന്നു, എത്രയാണ് നമ്പർ എന്നൊക്കെ ഉള്ള ആ ഒരു ടേബിൾ പോലെ ഉണ്ടാക്കിയത്. അതിനെയാണ് ബ്രാങ്കിയൽ ഫോർമുല എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദി മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വാട്ട് ഈസ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു. റെസ്പിറേഷൻ ഈസ് ദി ഗേഷ്യസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്സിജൻ സ്വീകരിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലോട്ട് വിടുക. ബൈ പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ മെറ്റാബോളിസത്തിൻ്റെ. അപ്പോൾ പ്രധാനമായിട്ടും റെസ്പിറേഷൻ നമ്മൾ ആദ്യം അപ്പൻഡേജ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. റെസ്പിറേഷന് വേണ്ടി സഹായിക്കുന്ന ഒരു അപ്പൻഡേജ്, സെഫാലിക് അപ്പൻഡേജ് ആണ് സെക്കൻഡ് മാക്സിലെ ഓർ സ്കാഫോനാത്തേറ്റ് ഓർ ബെയിലർ എന്ന് അതിനെ പറയാറുണ്ടെന്ന്. എന്താ ഇവർ ചെയ്യുന്നത്? ഇതാണ് നമ്മൾ സെക്കൻഡ് മാക്സില. ഇവർ കോൺസ്റ്റൻറ്റ് കറൻറ്റ് ഓഫ് വാട്ടർ ഗിൽസിലേക്ക് ഇങ്ങനെ കൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് എന്താണ്? ഗിൽസ് എപ്പോഴും വെന്റിലേറ്റഡ് ആയിരിക്കും. എങ്ങനെയാണ് വെന്റിലേറ്റഡ് ആവുന്നത്? വാട്ടറിൽ ഫുള്ളും ഓക്സിജൻ അല്ലേ? അപ്പോൾ ഓക്സിജൻ ഫുള്ളായിട്ട് ഗിൽസിന് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ സ്കാഫോനാത്തേറ്റിൻ്റെ ലൊക്കേഷൻ പർട്ടിക്കുലറായിട്ട് പറയുകയാണെങ്കിൽ അത് ഗിൽ ഓപ്പണിങ്ങിൻ്റെ ഭാഗത്തായിട്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് വാട്ടർ ഫുൾ ടൈം ഇതിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ എന്താണ്? ഗിൽസിൻ്റെ ചേംബർ ഫുള്ളായിട്ട് ബാത്ത് ചെയ്യുന്നത് കൂടാതെ എപ്പിപൊഡേറ്റ്, ബ്രാങ്കിയോസിയൽ പ്ലേറ്റ് ഇതെല്ലാം ഏതാണ്? ഓക്സിജൻ, ഫുള്ളി ഓക്സിജനായിട്ടുള്ള വാട്ടർ വെച്ചിട്ട് ബാത്ത് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗേഷ്യസ് എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ഓക്സിജൻ ഇൻ ദ വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദി വാസ്കുലാർ ചാനൽസ് ഓഫ് ദി റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ്. എന്താണ്? റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സിലുള്ള ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറിലുള്ള ഓക്സിജനും തമ്മിലാണ് ഇവിടെ എന്താണ്? ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. പിന്നെ കൂടാതെ ഗിൽ ചേംബറിൻ്റെ എൻട്രൻസിലായിട്ട് സീറ്റോസ് ഹെയർസ് കാണുന്നുണ്ട്. അവർ ഫോറിൻ വാട്ടറിൽ വേറെ ഓക്സിജൻ മാത്രമല്ല, ഇഷ്ടംപോലെ ഫോറിൻ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതൊന്നും എൻ്റർ ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അവർ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദി റെസ്പിറേറ്ററി സിസ്റ്റം ഓഫ് പ്രോൺ. അപ്പോൾ അതിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത്
എന്താണ് 3 ടൈപ്പ് റെസ്പിറേറ്ററി സ്ട്രക്ചേഴ്സ് ഉണ്ട് എന്ന് പറയുക. ഗിൽസ്, എപ്പിപൊഡേറ്റ്സ് ആൻഡ് വാസ്കുലാർ ലൈനിങ് ഓഫ് ബ്രാങ്ക്യോസ്റ്റേജസ്. അതിൽ അവരൊക്കെ ഇവരെ സഹായിക്കുന്നു എന്നേ ഉള്ളൂ. പ്രധാനപ്പെട്ട പ്രൈമറി റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഗിൽസ് ആണെന്ന് പറയുക. ദെൻ 18 ഗിൽസ് 2 സൈഡിലും ഉണ്ടെന്ന് പറയുക. ദെൻ എന്താ നമ്മൾ ഗിൽസിൻ്റെ സ്ട്രക്ചർ ഈ ഡയഗ്രാം വെച്ചിട്ട് മാത്രം തന്നെ നമുക്ക് ഗിൽസിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം. ഗിൽ ആക്സിസ് ഉണ്ട്, ഗിൽ അതിന് 2 സൈഡിലായിട്ട് ഗിൽ ലാമെല്ല ഉണ്ട്. ഗിൽ ലാമെല്ലെ ഫോം ചെയ്തത് ഗിൽ ഫിലമെൻസ് കൊണ്ടാണ്. ദെൻ അതിന് ഡെൻഡ്രോ ബ്രാങ്ക്സ് അല്ലെങ്കിൽ ഒരു ട്രീ ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ് ഗിൽ ഫിലമെൻസിനുള്ളതെന്ന് പറയാം. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഗിൽസ് ആണ് പോഡോബ്രാങ്ക്, ആർത്രോബ്രാങ്ക് ആൻഡ് പ്ലൂറോബ്രാങ്ക്. എവിടെയാണ് ഗിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പൊസിഷൻ അതിനനുസരിച്ച് ഗിൽസിനെ 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ഇതാണ് എപ്പിപൊഡേറ്റ്. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ ആണ്. റെസ്പിറേഷന് പ്രധാനമായിട്ടും സഹായിക്കുന്ന വൺ ഓഫ് ദി അപ്പൻഡേജ് ആണ് സ്കാഫോനാറ്റേറ്റ് ഓർ ബേല. അവരെന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ടൈം വാട്ടർ കറൻറ്റ് ഗിൽസിലോട്ട് കൊടുത്തു വിട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിൽസ് എപ്പോഴും ഓക്സിജൻ നല്ല ഫുള്ളി റിച്ച് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വാട്ടറിലുള്ള ഓക്സിജൻ ഗിൽസ് വഴി ബ്ലഡിലോട്ട് പോകുമ്പോൾ ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് വെളിയിലോട്ട് പോകും. അതാണ് റെസ്പിറേഷൻ.